പിന്നെ അല്ലാണ്ട് സൂപ്പർ കമ്പാക്ക് തീയായിരിക്കും. പുള്ളിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. അതാണ് എല്ലാവരും കാർത്തി പറയുന്നത്. എന്തായാലും പൊളിക്കും ചെയ്യണം തന്നെയായിരുന്നു. ഓക്കെയാണ്. ഒന്നുമില്ല, സങ്കടം അക്സെപ്റ്റ് റിയാലിറ്റി, റിയാലിറ്റി അക്സെപ്റ്റ്. അല്ല, സൂര്യയുടെ ആകാംക്ഷയെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. സൂര്യണ്ണനല്ലേ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അടുത്ത കമലഹാസനാ കമ്പാക്കാണ് പുള്ളിയുടെ, ഉറപ്പിച്ച് വെച്ചേക്കണേ പുള്ളി. விஷுவல்ஸ்லாம் பிரம்மாண்டமாக எடுத்திருக்காங்க. நல்ல டிஃப்ரென்ஸ் இருக்கு. ரெண்டு കാറ്റഗറിയിൽ വരാങ്ങല്ല. അഭിനയത്തില് പുള്ളി അടിപൊളിയാണ്, അത് ആയിരിക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സിനിമയെ കുറിച്ച് ഒരു 3 കൊല്ലം കൂടി പുള്ളിയുടെ വരുന്ന പടമാണല്ലോ. ലാസ്റ്റ് ഇറങ്ങിയ എതിർക്കും തുനിന്തവനാണല്ലോ തിയേറ്ററിൽ ഇറങ്ങിയത്. ബാക്കി 2 OTT റിലീസ് ആയിരുന്നല്ലോ. പിന്നെ ഇതിനെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ, ഇതിന്റെ എക്സ്പെക്ടേഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പം നമുക്ക് ആരെയും അളക്കാൻ പറ്റത്തില്ല. മറ്റേ ബീസ്റ്റ് ഇറക്കിയിട്ട് മറ്റേ നമ്മുടെ നെൽസൺ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ജയിലർ ഇറക്കി. അപ്പം അതുകൊണ്ട് ശിവയെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ പുള്ളി അണ്ണാത്തെ ഇറക്കിയിട്ട് ഇത് എങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്തായാലും ട്രെയിലർ കണ്ടിട്ടും അതുപോലെ ടീസറും കാര്യങ്ങളും ഇപ്പോൾ ലാസ്റ്റ് റിലീസിങ് ട്രെയിലറൊക്കെ കണ്ടിട്ട് നല്ല പ്രതീക്ഷയാണുള്ളത്. പിന്നെ സൂര്യയാണല്ലോ പുള്ളി ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ പുള്ളി ഒരുപാട് പ്രസ് കോൺഫറൻസിലൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആ പുള്ളിക്ക് തന്നെ ഉണ്ട്. പുള്ളി അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ ഒരു പടത്തിനെ പറ്റി പറയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വെളുപ്പിനെ ഈ പടം കാണാൻ വേണ്ടി വന്നത് തന്നെ. ഒന്നും പറയാൻ പറ്റത്തില്ല. പുള്ളി തന്നെ പറഞ്ഞല്ലോ ഒരുപാട് സർപ്രൈസസ് ഉണ്ടെന്ന്. 2 വർഷം കഴിഞ്ഞിട്ട് വരുന്നതല്ലേ എതിർക്കുന്നതിന് ശേഷം. പിന്നെ പ്രതീക്ഷ വയ്ക്കുന്നില്ല. ഗോട്ട് വന്നില്ല. ഇപ്പൊ ഗോട്ട് പോലെ 3G ആവുമെന്ന് അറിയില്ലല്ലോ. ഇല്ല, എന്തായാലും നോക്കാം. എക്സ്പെക്ട് സൂര്യൻ പറഞ്ഞിട്ടില്ല, മീറ്റിംഗ് ഒരു സർപ്രൈസ് ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതായത് നോക്കാം, കമ്പാക്ക് ആണെന്ന് പ്രതീക്ഷിക്കാം. എല്ലാ എക്സ്പെക്ടേഷനും സ്റ്റുഡിയോ ഗ്രീനും നല്ലൊരു പ്രൊമോഷനിലൊക്കെയാണല്ലോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പടം. അപ്പൊ നോക്കാം. എന്തായാലും സൂര്യ മറ്റേ കാട്ടി ഡയറക്ടർ ശിവയല്ലേ ലാസ്റ്റിന് എണ്ണാത്തെ. അതാണ്. അപ്പൊ പ്രതീക്ഷകളൊന്നുമില്ല, ഇല്ലാതെ കാണുക. അപ്പൊ ഒരു നല്ല എക്സ്പെക്ടേഷൻ കിട്ടിട്ട് അവൻ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് സിനിമ. ഒന്നുമില്ല, സങ്കടം അക്സെപ്റ്റ് റിയാലിറ്റി, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ജയിക്കട്ടെ. എന്താ സൂര്യക്ക് കമ്പാക്ക് വരണ്ടല്ലേ. സൂര്യ റിപ്പോർട്ടർ ഒരു OTT ആയി പോയി, ഒരു നല്ല സിനിമയായി പോയിരുന്നു. ഇനിയിപ്പോ ഈ സിനിമയ്ക്ക് നല്ലതാവട്ടെ. ഭയങ്കര എക്സ്പെക്ടേഷനാണ്, അതുകൊണ്ടല്ലേ ഉറങ്ങാണ്ട് വന്നത്. അല്ല, സൂര്യയുടെ ആകാംക്ഷയെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. ശിവയില് ഒരു 80% ഉള്ളൂ, സൂര്യയിലാണ് പ്രതീക്ഷ. കമ്പാക്ക് ആവട്ടെ, കാരണം പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. അതേപോലെ എൻ്റെ ഫ്രണ്ടാണിതിൽ യൂസഫ്, എഡിറ്റർ. പുള്ളി ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് അവൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവനെ സത്യം പറഞ്ഞാൽ ഇത് മരണപ്പെടാൻ 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇതിൻ്റെ വർക്കിലാണ്, സ്റ്റുഡിയോയിലാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ നല്ല ബന്ധമാണ്. പക്ഷെ അവൻ പെട്ടെന്ന് മരണപ്പെട്ട് ഭയങ്കര സങ്കടമായിപ്പോയി. സൂര്യക്ക് അവനെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തമിഴിലെ ലോകേഷ് കനകരാജൊക്കെ പുള്ളീൻ്റെ തല്ലുമാല കണ്ടിട്ട് എഡിറ്ററിനെ പറ്റി ഭയങ്കരമായിട്ട് പൊഴുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ഇപ്പോൾ തുടരൊക്കെ അവനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറങ്ങാണ്. സൂര്യയുടെ വേറൊരു പടം കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ പടം. പക്ഷെ എന്താ പറ്റിയെന്ന് അറിയില്ല. அது ஃபஸ்ட்டே பார்க்கணும்னு சொல்லிட்டு ஒரு ஆர்வம். அதிகம் மலையாளம் தெரியாது, பின்ன தமிழ். ட்ரெய்லர் பார்த்து ரொம்ப எக்ஸைட்மெண்ட் தான் வந்தேன். ரொம்ப எதிர்பார்த்து தான் வரேன். கார்த்தி வில்லனாக இருந்தால் நல்லாயிருக்கும். பார்க்கலாம், பார்த்தா தானே தெரியும். ஃபஸ்ட்டு நல்ல டிஃப்ரென்ஸ் இருக்குது. 2 கேட்டகரியில் வராங்கல்ல, ஸோ அது என்னன்ட்டு ரொம்ப எக்ஸைட்மெண்ட்டாக இருக்குது. தமிழ்நாட்டில் கொஞ்சம் விஷுவல்ஸ்லாம் பிரம்மாண்டமாக எடுத்திருக்காங்க. ஸோ 2 வருஷத்துக்கு அப்புறம் வரும். 2 வருஷத்துக்கு அப்புறம் ஸ்க்ரீனில் பார்க்க போகிறோம். அதனால சர்ப்ரைஸ்ல மட்டும் பார்ப்போம். எப்படி பயங்கரமாக இருக்கும். இருந்தால் நல்லா இருக்கும். பார்த்துட்டு வந்து சொல்கிறேன். இருந்தா நல்லா இருக்கும். സൂര്യണ്ണനല്ലേ നിരാശപ്പെടുത്തൂല്ലെന്നറിയാം. എന്നാലും ട്രെയിലറൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. കാർത്തി നമ്മളധികം എക്സ്പെക്ട് ചെയ്യണില്ല. അധികം എക്സ്പെക്ട് ചെയ്ത് വെറുതെ ശോകമൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കണ്ടിട്ട് അഭിപ്രായം പറയാം, അതായിരിക്കും നല്ലത്. പിന്നെ സൂര്യന്റെ ഫാനാണ്, ഭയങ്കര ഫാനാണ്. സാരത്തേല് പിന്നെ നൈസാണ്, എല്ലാം നൈസാണ്. പിന്നെ അല്ലാണ്ട് അണ്ണനെ കാണാൻ ഒന്ന് സ്ക്രീനിൽ കാണാൻ എത്ര വർഷമായിരുന്നു. അതാണ് എല്ലാവരും കാർത്തി പറയുന്നുണ്ട്. നമുക്ക് പടം കണ്ടാലാണ് ഒന്ന്. പുള്ളി ഒരു ഇന്റർവ്യൂ പറയണ്ടാണ്, സസ്പെൻസ് ആണ്, എന്താണ് ത്രില്ലാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് നമ്മള് ഇതായിട്ടിരിക്കണേ. എന്തായാലും പൊളിക്കും ചെയ്യണം ഇനിയും ഉണ്ടെങ്കിൽ. ഓക്കെയാണ്. എല്ലാ അണ്ണന്റെ വന്ന 2 പേരും അറിയാം. 2 പേരും നല്ല ആക്ടേഴ്സാണ്. 2 പേരും അവരുടെ സ്റ്റൈലാ. പിന്നെ അല്ലാണ്ട് സൂപ്പർ കമ്പാക്ക് തീയായിരിക്കും, ഒന്നും പറയാനില്ല. പുള്ളി പൊളിക്കും. പുള്ളിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. പുള്ളി വൻമാൻ ഷോന്റെ മെയിൻ ആളല്ലേ, പിന്നെ പറയണ്ട്. അടുത്ത കമലഹാസനാ, ഓക്കെയാണ്. ഉലകനായകന്റെ അടുത്ത ഇതാ പുള്ളി, അത് ഉറപ്പാണ്. പുള്ളി അങ്ങനെ കാണാം. എത്ര പണ്ട് സരിതയിലൊക്കെ പുള്ളിയുടെ പടം കാണുമ്പോ ഫുള്ള് ഓണം അവിടെ കിടന്ന് അയണൊക്കെ പോയി പൊളിക്കണ സമയത്ത്. അത് ഇത്രേ ഉള്ളൂ ചെറുപ്പത്തിലേക്ക്. 30 തൊട്ട്
അഞ്ചാനൊക്കെ ഇറങ്ങി പോപ്പട്ടായിരുന്നു. എന്തൊരു നാളെ അണ്ണനും സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണാൻ കിട്ടണമെന്ന് അറിയാമോ. അത് പിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ്. പിന്നെ കമ്പാക്കാണ് പുള്ളിയുടെ, ഉറപ്പിച്ച് വെച്ചേക്കണേ പുള്ളി എന്ന് പറയാനില്ല. രണ്ടും കൽപ്പിച്ചുള്ള വരവാ.